ഹായ് ഫ്രണ്ട്സ്, കുട്ടി ഷെഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിനും അതുപോലെ പെട്ടെന്നും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ചിക്കൻ സമൂസ. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ക്രിസ്പിയുള്ള സമൂസ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. പറഞ്ഞ വെച്ചിട്ട് നേരെ വീഡിയോയിലേക്ക് പോകും. ഫ്രണ്ട്സ്, നമുക്ക് ചിക്കൻ സമൂസ റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ എൻ്റെ ഫില്ലിംഗ് ആണ് സെറ്റാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓയിലെല്ലാം ഒന്ന് ചൂടായി സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള നമ്മൾ സവാളയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 2-3 മീഡിയം സൈസ് സവാളയാണ് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതൊന്ന് വഴണ്ട് വരാൻ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സവാള എല്ലാം നല്ല രീതിയിൽ ഒന്ന് വഴണ്ട് വരണം. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയെല്ലാം അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സവാള ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കറിവേപ്പില ഞാൻ കട്ട് ചെയ്താണ് ആഡ് ചെയ്തിട്ടുള്ള. മാക്സിമം ഫുള്ളായിട്ട് ഇടാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി സെപ്പറേറ്റ് ചോപ്പ് ചെയ്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ എനിക്കത് അവൈലബിൾ ആയതുകൊണ്ടാണ് അങ്ങനെ ആഡ് ചെയ്തത്. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മിക്സറിൽ നല്ല രീതിയിൽ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ മിൻസ് ചെയ്ത ചിക്കനാണ്. അപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാമോളം ചിക്കനാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. മിൻസ് ചെയ്ത് ചേർത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫില്ലിങ്ങിലെ ചിക്കൻ പെട്ടെന്ന് കുക്കായി വരാനാണ്. അപ്പോൾ എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തൊന്ന് അടച്ച് വയ്ക്കുക ഒരു 2 മിനിറ്റ്. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം നല്ല രീതിയിലൊന്ന് കുക്കായി വരും. ചിക്കനെല്ലാം കുക്കായതിനു ശേഷം അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ബേസിക് മസാലാസ് എല്ലാം ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് നോർമൽ ചില്ലി പൗഡർ യൂസ് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. പിന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഗരം മസാലയാണ്. അപ്പോൾ ഈ 4 മസാല ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീറ്റ് മസാലാസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് എല്ലാം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സാധനം ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമോസയിലേക്ക് ഒന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ സമോസ ഉണ്ടാക്കാനായിട്ട് സമോസ ഷീറ്റ് ഞാൻ മേടിച്ചതാണ്. ആക്ച്വലി നിങ്ങൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് മേടിക്കാനായിട്ട്. ഒരു പാക്കറ്റിൽ ഏകദേശം ഒരു 25 ഷീറ്റ് വരുന്ന രീതിക്കാണ് നമുക്കിത് കിട്ടാറ്. ഒരു 50-60 രൂപയ്ക്കകത്ത് നമുക്ക് ഒരു പാക്കറ്റിന് വില വരുന്നുള്ളൂ. മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നല്ല തിന്നായതുകൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിരിക്കും. അതേസമയം നമ്മൾ വീട്ടിൽ ഉണ്ടാകുന്ന ഷീറ്റാണെങ്കിൽ കുറച്ചുകൂടെ തിക്കായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് സോഗിയായി പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നല്ല തിക്കായതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആവാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഷീറ്റ് യൂസ് ചെയ്തത്. നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ഈ ഷീറ്റ് നിങ്ങൾ മടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, തിന്നായതുകൊണ്ട് പെട്ടെന്ന് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധിച്ച് വേണം മടക്കാൻ. അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ വീഡിയോ കാണിച്ചുള്ള മടക്കി വരുമ്പോഴത്തേക്കും ലാസ്റ്റ് ഒരു എഡ്ജ് വരും. ആ എഡ്ജ് നമുക്കൊന്ന് ഒട്ടിച്ച് വയ്ക്കണം. ഞാൻ ഇവിടെ മൈദയും വെള്ളവും കൂടി ചേർത്തൊരു മിക്സർ യൂസ് ചെയ്താണ് നമ്മളിത് ഒട്ടിച്ച് വയ്ക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ആ മിക്സറൊന്നും അതിലേക്ക് അപ്ലൈ ചെയ്യുക. എന്നാൽ മാത്രമേ ഷീറ്റ് ഒട്ടി വരത്തുള്ളൂ. പിന്നെ ഒട്ടിക്കുമ്പോഴും കീറിപ്പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് 2-3 സമോസയും കൂടി ഒന്ന് റെഡിയാക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ ഓയിലെല്ലാം ഓൾറെഡി ഹീറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ കിടന്നൊന്ന് ചെറുതായിട്ട് നമ്മൾ സമോസ കളർ മാറി വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വൈകിട്ടൊരു ചായയിലൂടെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നൊരു സിമ്പിൾ സ്നാക്കാണ്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാതെ ആയിരുന്നു കമൻറ്റ് ചെയ്തേക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു സ്നാക്ക് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എന്തായാലും മറക്കാതെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല വീഡിയോസ് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരെയും കേരളം എന്നതിനോടൊപ്പം ഇറ്റ്സ് മീ ആഗഡ് സൈനിങ് ഓഫ്.